സ്ഥാനാർത്ഥി തോറ്റതിന് ഷജറകളുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പാറിപ്പറന്ന് നടക്കുന്നൊരു വോയിസാണ്. ഇതിൽ ഷജറകളുടെയും മൂല്യന്മാരുടെയും മെക്കെട്ട് കയറണ്ട. പറയാനുള്ളത് ആ വാർഡിലെ ചില ആളുകൾ, ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന മാന്യദേഹം തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കെതിരെയും മുക്കം ഉമർ ഫൈസിക്കെതിരെയും അബ്ദുൽ ഹമീദ് ഫൈസിക്കെതിരെയും സത്താർ പന്തല്ലൂരിനെതിരെയും ഇങ്ങനെ സമസ്തൻ്റെ സകല നേതാക്കന്മാർക്കെതിരെയും അറക്കുന്ന തെറി എഴുതി വിടുന്ന മാന്യദേഹമാണ്. ഇയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇയാൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ സമസ്തക്കാർക്കും അറിയാം, അവിടുത്തെ സാധാരണക്കാർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. ഇങ്ങനെ 4 ഉണ്ടായാൽ മതി ഓരോ വാർഡിലും സ്ഥാനാർത്ഥി പൊട്ടാൻ. അതൊക്കെ പാടെ ഷജറകളുടെ മേത്തേക്ക് തള്ളാൻ നിൽക്കണ്ട. ഷജറകൾ എവിടെയും ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്നോ ഇന്നാൾക്ക് വോട്ട് ചെയ്യണ്ട എന്നോ പറഞ്ഞിട്ട് പ്രചരണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മൂര്യാട് ഉസ്താദിൻ്റെ നേർച്ചയിലേക്ക് ചോറ് കൊടുക്കണത് വോട്ട് ചെയ്യാനാണെങ്കിൽ ഇനി കൊടുക്കണ്ട. മൂര്യാട് ഉസ്താദിൻ്റെ നേർച്ചയിലേക്ക് ചോറ് കൊടുക്കുന്നത് പടച്ചോൻ്റെ ആഖിറത്തിൽ കൂലി കിട്ടാനാണെങ്കിൽ ഇനിയും കൊടുത്തോളി. അതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പിന്നെ ഇവനെപ്പോലത്തെ ആളുകളെ കൊണ്ട് ആ വാർഡിൽ സ്ഥാനാർത്ഥി പൊട്ടി. ഇപ്പോൾ കേരളത്തിൽ മൊത്തം UDF തരംഗമാണ്. UDF കാറ്റിലും ശക്തമായ തരംഗത്തിലും എന്തുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള വാർഡുകളിലൊക്കെ ലീഗ് വിജയിച്ചപ്പോൾ അവിടെ മാത്രം പൊട്ടിയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ്. അത്തരം വിദ്വേഷ ശക്തികളെ, പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം. എന്നിട്ട് നിങ്ങൾ മത്സരിക്കുന്ന ഇനിയും ജയിക്കും. മനസ്സിലായില്ലേ? ആളുകൾക്ക് എല്ലാം ബുദ്ധിയുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇവർ കാണുന്നതും കേൾക്കുന്നതുമാണ്. ഇത് കേരളത്തിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അനുയായികളുള്ള ആ ജിഫ്രി തങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് പോസ്റ്ററുകളും വീഡിയോകളും ചെയ്യുന്ന ഇവനെപ്പോലത്തെ വ്യക്തികൾ ഉള്ള കാലത്തോളം ഇനി ജയിക്കണ കാര്യം സംശയമാണ്. അതുകൊണ്ട് ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പേടുകളെ ഒന്നെങ്കിൽ നന്നാക്കിയെടുക്കുക. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇവനെപ്പോലത്തെ ആളുകളൊക്കെ എന്താകുക, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താം. എന്നിട്ട് ശ്രമിക്കുക. അല്ലാതെ മൂല്യന്മാരെയും ഷജറകളെ ഒന്നും മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല താത്തമാരെ. അപ്പോൾ സ്വന്തം കയ്യിലിരിപ്പോണ്ടാണ് തോറ്റത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ ഈ പ്രചരണ കാലത്ത് ഇവനെപ്പോലുള്ള ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തിയത്. പ്രചരണത്തിന് ഇറങ്ങരുത് എന്ന് പോലും നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം തോൽവിയുടെ കാരണം എന്താണ് എന്ന്. എന്നിട്ട് മൂല്യന്മാരുടെയും അതുപോലെ തന്നെ ഷജറകളുടെയും ഒക്കെ മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. ഇവനോടൊക്കെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞ തെരഞ്ഞെടുപ്പായിട്ട് ജിഫ്രി തങ്ങളുടെ കാലിൻ്റെ ചോട്ട് പോയി വീണിട്ട് കാര്യമില്ല. അതിന് മുന്നേ നോക്കണമായിരുന്നു. തങ്ങൾക്കെതിരെയും തങ്ങൾ നയിക്കുന്ന സമസ്തക്കെതിരെയൊക്കെ നിരന്തരമായിട്ട് തെറിയും മറ്റൊക്കെ കുത്തിത്തിരിപ്പും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുമ്പോൾ തങ്ങളടുത്ത് പോയി നിന്നിട്ടൊരു ഫോട്ടോ എടുത്താൽ എല്ലാം തീരുമെന്ന് വിചാരിക്കണ്ട എന്നൊന്ന് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് അവിടെ കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്നു. UDFന് കേരളത്തിലുണ്ടായ വൻ ഭൂരിപക്ഷവും വൻ വിജയവും ആഘോഷിക്കാൻ ഇവനെപ്പോലുള്ള ആളുകൾക്ക് ഭാഗ്യം ഇല്ലാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവൻ തന്നെയാണ് എന്നെല്ലാവരും മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ അതിനൊരു മറുവശം കൂടിയുണ്ട്. MKM ജാബിർ അലി അൽ ഹുദവി എന്ന് പറയുന്നൊരു അൽ ഹുദവിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. പാണക്കാട് തങ്ങൾ പ്ലസ് സമസ്ത പ്ലസ് മുസ്ലിം ലീഗ് ശക്തി കരുത്തിൻ്റെ കൊടുങ്കാറ്റിന് മുന്നിൽ ഷജറ കടപുഴകിയാണ്. ഇതൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞികളായിട്ട് ജയിക്കുമ്പോൾ വരുന്ന ടീമുകളുണ്ടല്ലോ, അവരാണ്. ഇവിടെ അതിനുള്ള മറുപടി ഇയാളുടെ കമൻ്റ് ബോക്സിൽ തന്നെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. എടോ, ഞാനും ഷജറയാണ്, വോട്ട് ചെയ്തത് കോണിക്കാണ്. അങ്ങനെ ഒരുപാടുണ്ട്, ഉള്ളത് കളയല്ല മൗലവി എന്ന് പറയുന്നുണ്ട്. അതായത് ഇയാളെ കൊണ്ടൊക്കെ 4 വോട്ട് കളയാനല്ലാതെ പിടിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരാളുടെ കമൻറ്റ് നോക്കൂ. ഇന്നലെ വരെ ഷജറ എന്ന് പേരിട്ട് ഷ എന്ന് പോലും ഉച്ചരിക്കാത്തവർ ഇന്ന് ഫലം വന്നപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് സമസ്തയുടെ മേൽ കുതിര കയറാൻ വരുന്നത്?
ഹുദവികളെ, ഞാൻ നിങ്ങളുടെ ഭാഷയിൽ ഒരു ഷജറയാണ്. പക്ഷേ UDF വിജയത്തിൽ എന്നാൽ കഴിയുന്ന പണിയെടുത്തവനാണ്. നിങ്ങൾ പറയുന്നത് പോലെ ചിന്തിച്ചെങ്കിൽ, എൻ്റെ കുടുംബത്തിലുള്ള വോട്ട് മാത്രം ഞാൻ തിരിച്ചു പിടിച്ചെങ്കിൽ ഒരു ലീഗ് സ്ഥാനാർത്ഥിയെ എനിക്ക് പരാജയപ്പെടുത്താമായിരുന്നു. 18 വോട്ടിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. ദയവ് ചെയ്ത് ഹുദവി പട്ടം വെച്ച് വിദ്വേഷമുണ്ടാക്കരുത്. മാത്രമല്ല, എൻ്റെ ശാഖ SKSF ഓഫീസിലാണ് ലീഗ് സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചത്. എൻ്റെ മാത്രം അനുഭവം ആവില്ല, നിങ്ങൾ ഷജറ എന്ന് വിളിക്കുന്ന പലരുടെയും അനുഭവമാകും എന്ന് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇയാളൊക്കെ ഇവരെ പോലത്തെ കുറച്ച് സുഹാബികൾ പഠിക്കേണ്ട കാര്യമാണിത്. മറ്റൊരാളുടെ കമൻ്റ് നോക്ക്. ഷജറകൾ എന്ന് ആക്ഷേപിക്കപ്പെടുന്ന 100-ൽ 98% ലീഗിനെ വോട്ട് ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. അപൂർവം ചിലരൊഴിച്ചാൽ ലീഗ് ജയിച്ചാലും ഇല്ലെങ്കിലും സമസ്തയുടെ മുഷാവറ തീരുമാനത്തിനൊപ്പമേ നിൽക്കൂ. അവരാണ് യഥാർത്ഥ സമസ്തക്കാർ. സമസ്തക്കാരനാണെന്ന് പറഞ്ഞ് സമസ്ത മുഷാവറ തീരുമാനം അംഗീകരിക്കാത്തവർ എന്ത് സമസ്തക്കാരാണ്? ലീഗിൻ്റെ നേതൃ തീരുമാനം അംഗീകരിക്കാത്തവർ ലീഗുകാരനാകുമോ എന്നാണ് മുജീബ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ കമൻറ്റ്. ഇങ്ങനെ നല്ല പള്ളർച്ചടി ഉദവിക്ക് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ജയിക്കുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞി കുപ്പായിട്ടിട്ട് വരുന്ന ഉദവികളോടും, അതുപോലൊരു വാഫിയുണ്ട്, ഇത് ഹക്കീം ഫൈസിയുടെ വിജയം എന്ന് പറഞ്ഞിട്ട് ഒരു വാഫി, അലി ഹുസൈൻ വാഫി എന്ന് പറഞ്ഞ ചങ്ങായി, കേരളത്തിൽ ഇപ്പോൾ നടന്ന വിജയമൊക്കെ ഹക്കീം ഫൈസിയുടെ വിജയമാണത്രേ. ഇയാൾ ഈ UDFൻ്റെ വിജയത്തിൻ്റെ ഗ്യാപ്പിലൂടെ ഹക്കീം ഫൈസിനെ വെളുപ്പിച്ചെടുക്കാനും അയാൾക്ക് പറ്റിയ തെറ്റുകളും മണ്ടത്തരങ്ങളും ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് ഹക്കീം ഫൈസി ഉസ്താദ് എന്ന സാത്വികനായ പണ്ഡിതൻ്റെ നിലപാടിൻ്റെ വിജയം കൂടിയാണ്. അതിന് ശേഷം ഇയാൾ എഴുതുന്ന കോമഡി നോക്കണം. ഈ ഫലം ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറയ്ക്ക് ചിന്തിക്കാൻ പടച്ചവൻ നൽകിയ പാഠം കൂടിയാണ്. മുഷാവറ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പേരിലാണ് നിഷ്കളങ്കരായ ഒരുപാട് സാധാരണ സമസ്ത പ്രവർത്തകർ പാണക്കാട് തങ്ങളെ കൊത്തിവലിച്ചത്. മുഷാവറയുടെ തെറ്റായ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം തൻ്റെ 2.5 പതിറ്റാണ്ട് നീണ്ട അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് പാണക്കാട് തങ്ങൾ വാഫി വിഷയത്തിൽ ചെയ്തത് എന്നാണ് ഇയാൾ പറയുന്നത്. സത്യത്തിൽ ഇവരോട് പാണക്കാട് തങ്ങൾ പറഞ്ഞ ആ നിർദ്ദേശം പോലും അംഗീകരിക്കാതെ പാണക്കാട് തങ്ങളെ വരെ ധിക്കരിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇവർ. പാണക്കാട് തങ്ങളെ കാര്യം അവിടെ നിൽക്കട്ടെ. പാണക്കാട് തങ്ങൾ പറഞ്ഞത് ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. 9 നിർദ്ദേശങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള മധ്യസ്ഥരാണ്. അത് ഇപ്പോഴും അംഗീകരിക്കാതെ നിന്നിട്ടിങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തുന്ന വാഫിയോടൊക്കെ പറയാനുള്ളത്, ഇത്തരം എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞു വരുമ്പോൾ ആളുകൾക്കിതൊക്കെ തിരിയുന്നുണ്ട്, അവർ അന്നം തിന്നുന്നവരാണ് എന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. ഇത്ര വലുപ്പമല്ലെന്നെങ്കിൽ മാത്രമല്ല, ഉള്ള 4 വോട്ടും ഇലക്ഷൻ ഇവിടെ ഇന്നത്തോടെ അവസാനിക്കണമെന്നില്ലല്ലോ. 4 വോട്ടും കളയാനുള്ള പണികൾ ലീഗിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇത്തരം ഹുദവികൾ ഉപദ്രവം ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇവരെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.